വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ ആശയപ്പയുടെ ബർത്ത്ഡേ ആണ്. അത്രേ ഉള്ളു കേട്ടാ, ഒരു മേടിച്ചെന്നില്ല. ആദ്യം നമ്മൾ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ സ്വാഭാവികം നമ്മൾ താമസിച്ചില്ല, ഇവർ രണ്ടുപേരും ഉറങ്ങിപ്പോയി. എങ്ങനെയുണ്ട്? മാമി സ്വാഗതം. മോന് താങ്ക്സ് പറയേണ്ട കാര്യമില്ലല്ലേ പറഞ്ഞ നിങ്ങൾ കണ്ടിച്ചത് മോശമാണ് അല്ലടി പൊന്നോ. നേരെ വർക്കിലോട്ടാണ്. എന്തിനാണമ്മ ബർത്ത്ഡേ ആയിട്ട് സന്തോഷമാണോ? ബർത്ത്ഡേ ആയിട്ട് സന്തോഷമുണ്ട്, പിന്നെ ചെറിയൊരു ദുഃഖമുണ്ട്. ദുഃഖം അപ്പൂപ്പന് ബലിയിടാൻ പോണ്ടേ അവിടെ പോയിട്ട്. അപ്പൊ അതൊരു അപ്പൂപ്പന്റെ ബലിന്നാണ് ബലിയിടാൻ പോകുന്നത്. കേറിയിട്ട് ബലിയിടാൻ പോകാൻ 9:30 മണിയായി. എപ്പോഴാണ് ഒക്കെ നടക്കും സമയം. അപ്പൊ നമ്മളിന്ന് വേറെ വഴിയാണ് വരണം. അറിഞ്ഞൂടാത്ത വഴിയൊക്കെയാണ് കൊണ്ടുപോണത്. ഇനി എവിടെ ചെന്ന് എത്തുമെന്നോ എനിക്ക്. അമ്പലത്തിന്റെ ഫ്രണ്ട് എത്തി. എളുപ്പമല്ലേ? ഇവിടെ എത്തിയല്ലേ? ഹാപ്പി അല്ലേ? മേരെ കമ്പനിക്കാരിയാണ് കേട്ടാ അമ്മ. നിങ്ങൾ കമ്പനിക്കാരിയാണ്. തിരുനടയിൽ നിത്യവും ഒഴുകുന്ന യമുനയിൽ, തിരുനടയിൽ നിത്യവും ഒഴുകുന്ന യമുനയിൽ ഭക്തർക്കും സാഫല്യമായൊരു ഗീതം നറുവെണ്ണ പോലെ. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി കൊണ്ടുപോകാനകത്ത് വ്യാഴാഴ്ച ദിവസമല്ലേ, നല്ല തിരക്കുണ്ട്. നമുക്ക് പിന്നെ ബലിയിടാൻ പോകണം. അപ്പം മഴ പൊടിക്കുന്നുണ്ടോ? നമ്മളെന്തായാലും താഴോട്ട് ഇറങ്ങി പോവുകയാണ്. ഓക്കെ, നമ്മളെ വണ്ടി തോട്ടക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. ഇതിപ്പോ ഫ്രണ്ട് വശമല്ലേ ഈ കാണുന്ന? എല്ലാം ഫ്രണ്ട് വശം. അതെ, ഇതുവഴി നമ്മൾ അമ്പലത്തിൽ പോവാൻ കേട്ടാ. അതുകൊണ്ട് കാണും നമ്മൾ അമ്പലം പോകും. ഓക്കെ, അപ്പൊ ഇത് നമ്മളാണ്ട് ബീച്ചിന്റെ നോക്കിയിരിക്കുന്ന ഫ്രണ്ട് സൈഡ് നമ്മൾ കയറി വന്നില്ലേ, അതാണ് ഫ്രണ്ട് സൈഡ്. നമ്മളിപ്പോ ഈ സൈഡ് ബാക്ക്, അപ്പുറത്തെ സൈഡ് അങ്ങനെ വരും. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് നേരെ താഴെ കാണുന്ന നമ്മളെ ബീച്ചാണ്. താഴോട്ട് പോവാം. വർക്കല ബീച്ച്. പണ്ട് വന്നിട്ടുണ്ട് നമ്മള് ബലിയിടാൻ. മറ്റേ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. പാർക്കിംഗ് ഉണ്ടോ നോക്കട്ടെ, താഴെ ഇടം ഉണ്ടാന്ന് നോക്കാം. ഓക്കെ ഗൈസ്, സൂപ്പർ അല്ലേ? ഇറങ്ങി ബ്രാക്ക് കാലി വെക്കണേ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ചാവട്ടെ. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടാണ്. പോയിട്ടോ? 5 രൂപ കിട്ടിയ നിങ്ങളാ? 5 രൂപ തന്നാ? ഓക്കെ, പോയിട്ടോ? ഓക്കെ ഗൈസ്, അപ്പം അമ്മ ബലിയിടാനായിട്ട് പോയി. എന്തൊരു പാമ്പിൻ്റെ ഒത്താണ്ടാണ് ചിന്തേനി പോകണ്ടേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കടലിലോട്ട്. ഗൈസ്, അപ്പം നമ്മൾ എന്ന് വന്നാലും ഇതാണ് കേട്ടോ അവസ്ഥ. ഞാൻ വന്നാലല്ല, ഇവള് വന്ന. അങ്ങോട്ട് ഇറങ്ങണതിന് മുമ്പേ മഴ, അടിപൊളി മഴ. ബലിയൊക്കെ ഇട്ടിട്ട് വന്നു. വീണ്ടും മഴയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ നേരെ അമ്മരെ കടയിലാക്കാനായിട്ട് പോവാണ്. അപ്പം അമ്മയ്ക്ക് പോകണടിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങണം. നമുക്ക് തിരിച്ചു പോകുമ്പോൾ കഴിക്കാം. എന്തിനാണോ ഇത് വേണ്ടേ? ഓക്കെ, എടുത്തോണ്ടോ മിഷീൻ? പൈസ അമ്മേനാക്കി. അമ്മേരെ മിഷീൻ റെഡി ആക്കണം, അത് എടുത്തിട്ട് വരാം. ഓക്കെ, ടാറ്റാ. ഇപ്പോഴാണ് പറയുന്നത്. ഫുഡ് കഴിക്കാനായിട്ട് വന്നത് കേട്ടോ. ഓക്കെ, അത് മഴയായതുകൊണ്ട് എങ്ങും വണ്ടി പാർക്ക് ചെയ്യാനും ഒരു സൗകര്യം ഇല്ലാണ്. ഇനി അപ്പവും ചിക്കൻ കറി ഗൈസ്. അപ്പോൾ ചിക്കൻ പായിട്ട് വന്നിട്ടുണ്ട്, അത് ഗ്രേവിയാണ്. ഇറങ്ങി കേട്ടോ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ മാറി, ഇതാ പൊന്ന് യൂണിഫോം ഇട്ട് ഇനിയിപ്പോൾ പോവേണ്. എൻ്റെ സ്കൂളെത്തി. ഇനിയിപ്പോൾ ഞാൻ പരീക്ഷ എഴുതിയിട്ട് വൈകുന്നേരം വരും. എൻ്റെ കണ്ടോളൂ, ഇതാണ് എൻ്റെ സ്കൂൾ. ഗൈസ്, അപ്പോൾ രാത്രി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഈ കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മളെ കേക്കും കാര്യങ്ങളൊക്കെ നമ്മളെ കട്ടിലിൻ്റെ വണ്ടിയിൽ നെയ്സിന് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. Guys, ഞാൻ tuition വിട്ട് വന്നിരിക്കുന്നു. എവിടെ നിങ്ങളല്ലേ ചെലവ് നടത്താനുള്ള ബർത്ത്ഡേ കാര്യം ചിലവ് നടത്തണം. രാവിലെ ഞാൻ എന്റെ ചെലവ് നടത്തി. നിങ്ങൾക്ക് ഇതൊക്കെ ചിക്കൻ പരട്ടൊക്കെ മേടിച്ചില്ലേ? പെറോട്ട ചിക്കൻ പരട്ട എല്ലാം മേടിച്ചു. അവിടെ അവർക്കാ കൊണ്ടുവന്നെല്ലാം കാണിച്ചു തരികയും ചെയ്യും. ഓ പിന്നെ ഉറക്കൽ നമ്മളെ കാണാത്ത എൻ്റെ പൊന്നിധി മേടിക്കും എന്താണ്? അടിച്ചു തരും വേണ്ട പോർക്ക. അമ്മ കാണിക്കണ നോക്കിയാണ് ചേട്ടൻ എന്ത് ഞാൻ പറയുന്നത്? ചേട്ടൻ എന്ത്? മാമിയേ എന്റെ ഇഷ്ടമാണ്, ഞാൻ പറയുന്നത്. ആ നീ ഇറങ്ങിപ്പോ. എന്താ ചേട്ടന്? പൊന്നു അയ്യോ. വായ കെട്ടിക്കാർ അയ്യോ, കേക്കൊക്കെ ഇവിടെ കാണീരി ഹാപ്പി ആയിട്ടുണ്ട്. അവരെ കൊടുക്കട്ടെ.